യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വലിയ ഉയർപ്പ് നടന്നു. നാറ്റം വെച്ച ലാസറിന്റെ ഭവനത്തിൽ യേശു ചെന്നപ്പോൾ അവിടെ വലിയൊരു ഉയർപ്പ് നടക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, ജോൺ ചാപ്റ്റർ 12, 12-ാം അധ്യായം മക്കളുമാര് നോക്കിയാൽ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒരു ആരാധനയാണ്. യേശു കർത്താവിനോടൊപ്പം പന്തിയിലിരിക്കുന്ന ലാസറിനെ കാണാം, ശുശ്രൂഷ ചെയ്യുന്ന മാർത്തയെ കാണാം. ഇതെല്ലാം വർഷിപ്പാണ്. ലാസറിന്റെ ഇരിപ്പൊരു വർഷിപ്പാണ്. ലാസർ പറയും, ഞാൻ കല്ലറ ഇരിക്കേണ്ടവനാണ്, ഞാനിപ്പോ ഇരിക്കുന്ന ഇരിപ്പൊരു വർഷിപ്പ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു സാക്ഷിയുണ്ടോ? കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ഇരുത്തിയെന്ന സാക്ഷിയുള്ളവരെല്ലാം ലാസർ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നതൊരു വർഷിപ്പായിരുന്നു. ചിലരെ ചില ഓഫീസിൽ ഇരുത്തും, ആ ഇരിപ്പൊരു വർഷിപ്പായിരുന്നു. ചിലരെ ചില പൊസിഷനിൽ യേശു കൊണ്ടിരുത്തും. നീ നാറ്റമാകേണ്ടവളായിരുന്നു, പക്ഷേ നിന്നെ ഇരുത്തിയാൽ അതിന്റെ മഹത്വം മുഴുവൻ എന്റെ യേശുവിനായതുകൊണ്ട് മാർത്ത ശുശ്രൂഷ ചെയ്തു, അതൊരു വർഷിപ്പാണ്. മാർത്ത ശുശ്രൂഷ ചെയ്തു, അതൊരു വർഷിപ്പാണ്, പ്രത്യേക വർഷിപ്പാണ്. കാരണം മാർത്ത പറയും, ആദ്യം ഈ വീട്ടിൽ യേശു വന്നപ്പോ എന്നെ യേശു കർത്താവ് ഒന്ന് ശാസിച്ചായിരുന്നു. എന്റെ പേര് 2 വട്ടം വിളിച്ച് എല്ലാരും കേൾക്ക യേശു എന്നെ ഒന്ന് ശാസിച്ചായിരുന്നു. കർത്താവ് ശാസിച്ചാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആത്മീയ പിതാവ് ശാസിച്ചാരെങ്കിലും ഉണ്ടോ? അപ്പന്മാർ ശാസിച്ച മക്കളുമാരുണ്ട്. ഞാൻ പറയാം, അവിടെ എല്ലാം നമ്മൾ ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി മേലെ ഞാൻ ഈ പണി ചെയ്യത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ, നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ മാർത്ത പറയും, ഞാൻ ശുശ്രൂഷ നിർത്തിയില്ല. ആ വാക്യത്തിൽ മാർത്ത ശുശ്രൂഷ ചെയ്തില്ലെന്നല്ല എഴുതിയത്. വഴക്ക് കേട്ട, ശാസന കേട്ട മാർത്ത ശുശ്രൂഷ ചെയ്തു. വർഷം 3 കഴിഞ്ഞപ്പോഴും മാർത്ത ശുശ്രൂഷ ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ എവിടെങ്കിലും ഒക്കെ നിന്നുപോയ ആരെങ്കിലും, ബ്രദർ എനിക്ക് പ്രോത്സാഹനം കിട്ടിയില്ല, അച്ചാച്ച എനിക്ക് ആരും നല്ല വാക്ക് പറഞ്ഞില്ല, ആരും എനിക്ക് നല്ലൊരു കമന്റ് ഇട്ടില്ല, ആരും എനിക്കൊരു ലൈക്ക് തന്നില്ലെന്നൊക്കെ പറയുന്ന വർഷിപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കണ്ണല്ല യേശുവിലേക്ക് തിരിയട്ടെ. നിങ്ങളുടെ ശുശ്രൂഷ കാണുന്ന കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ ആ നിപ്പിന്ന് മാറല്ല. മാർത്ത ശുശ്രൂഷ. ഇനി 3-ാം വാക്യം. അപ്പോൾ മറിയ, ഈ ക്യാമറയിൽ ഈ ഫോട്ടോയിലൊന്നും ഇതുവരെ മറിയയില്ലായിരുന്നു. കാരണം മറിയെ പിടിക്കണമെങ്കിൽ ക്യാമറയുടെ ആംഗിൾ താഴോട്ട് പോകണം. അവൾ പ്ലാറ്റ്ഫോമിൽ കയറത്തില്ല, അവൾ മൈക്ക് പിടിക്കത്തില്ല, അവൾ കർത്താവിന്റെ പാദത്തിലാണ്. ഓ ജീസസ്. മറിയ പണ്ടും കാൽക്കലിരിക്കുന്ന മറിയാണ്. പക്ഷെ ഈ വാക്യത്തിലെ വർഷിപ്പിനൊരു വ്യത്യാസം. വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി. മറിയ, നീ എന്നും ഇരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നാ പോരെ. എന്നാ ഇന്നത്തെ വർഷിപ്പിന് എന്താ ഒരു പ്രത്യേകത. മറിയ പറയും, എനിക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ വർഷിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കഴിഞ്ഞ നാളിലെ പോലെ ആരാധിച്ച പോരാ, ബാക്കിയുള്ളവർക്ക് അത് മതിയായിരിക്കും, പക്ഷെ എനിക്കത് പോരാ. കാരണം എന്റെ വീട് നാറ്റം നിറയേണ്ട വീടാണ്, എന്റെ വീട് വിലാപത്തിന്റെ വീടായിരുന്നു, എന്റെ വീട് മരണത്തിന്റെ വീടായിരുന്നു. മരണവിധികളെ മാറ്റിയവനെ, രോഗത്തിന്റെ വിധികളെ മാറ്റിയവനെ, ഇന്നൊന്ന് കരമൊക്കെ ഒന്ന് തട്ടി കർത്താവിനെ സ്തുതിച്ച് പറഞ്ഞ്, ഹെൽപ് മീ ടു ഓഫർ സംതിങ് ബെസ്റ്റ്. ഇതുവരെ കൊടുക്കാത്ത ചിലത്, ഇതുവരെ പൊട്ടിക്കാത്ത ചിലത്, ഇതുവരെ തുറക്കാത്ത ചിലത്, ഇതുവരെ ഈ പട്ടണം അറിയാത്ത സൗരഭ്യം ഈ ചർച്ചയിൽ നിന്ന് പുറത്തു വരട്ടെ. മക്കളുമാരുടെ ഒരു ചോദ്യം. മറിയ ഫിസിക്കലി ഒരു റാത്തൽ പെർഫ്യൂം എടുത്ത് യേശുവിന്റെ കാലിൽ
മറ്റ് ഒരു ഭാഗത്ത് നമ്മൾ കാണും, നമ്മൾ ആ ബോട്ടിൽ പൊട്ടിച്ചു എന്നൊരു വേർഡ് കാണും. ഷീ ബ്രോക്ക് ദ വയൽ. അല്ലെ, സൗരഭ്യം വരണമെങ്കിൽ കുപ്പി കണ്ടാ പോരാ, കുപ്പി പൊട്ടണം, ഓപ്പൺ ചെയ്യണം. നമ്മൾ കർത്താവിനെ ഒത്തിരി കാഴ്ച വെക്കുന്നു എന്നൊക്കെ പറയും, പക്ഷെ പൊട്ടിക്കത്തില്ല. പോക്കറ്റിലുണ്ട്, പൊട്ടിക്കത്തില്ല. ചർച്ചിൽ വരും, പൊട്ടിക്കത്തില്ല. മീറ്റിങ്ങിന് കൈയൊക്കെ പൊക്കും, പൊട്ടിച്ചോന്ന് അറിയുന്നത് തിരിച്ചു പോകുമ്പോഴാണ്. കർത്താവിന്റെ സന്നിധി നീ ഉടഞ്ഞാൽ നൽകേണ്ട എല്ലാ സൗരഭ്യവും യേശുവിന് മാത്രമായിരിക്കും. പറയുന്ന മനസ്സിലാവുന്നവർക്കായി മനുഷ്യൻ പറയും കൊണ്ടുവന്നല്ലോ, വെരി ഗുഡ്. പക്ഷെ യേശു അതിന്റെ സൗരഭ്യം അറിയാൻ കാത്തിരിക്കും. അമ്മയും പറയും, എൻ്റെ മോള് ചർച്ച വരുന്നുണ്ടല്ലോ, ഗുഡ്, നല്ല കാര്യം വരുന്നത്. പക്ഷെ ആ മോൾ ഇന്ന് കർത്താവിന്റെ പാദത്തിൽ ഒന്ന് ഉടഞ്ഞ്, യേശു അങ്ങേ കൂടാതെ എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഞാൻ പറയാം, മക്കളെ, ആ മൊമെന്റിൽ നിങ്ങളുടെ ലൈഫിനകത്തുനിന്ന് പെർഫ്യൂം പുറത്തു വരികയാണ്. സൗരഭ്യമാകുന്ന ധൂപം, വേറൊന്നിനും നിന്നെ കവർന്നുകൊണ്ട് പോകാൻ പറ്റാത്തതുപോലെ, വേറെ ആർക്കും അതിനി കൊണ്ടുവന്ന് ഇനി വേറൊരിടത്തും അതിനി പൊട്ടിക്കാൻ പറ്റത്തില്ല. അതിന്റെ സുഗന്ധം എല്ലാം യേശുവിനുള്ളതാണ്. അതെല്ലാം യേശുവിനെ പൂശിയാൽ പിന്നെ ഒരു പിശാചും അത് കവർന്നുകൊണ്ട് പോകത്തില്ല. എന്റെ ഇഷ്ടങ്ങൾ, എന്റെ പ്രയോറിറ്റീസ്, എന്റെ അഭിമാനങ്ങൾ, എന്റെ സ്വാർത്ഥതകൾ, എന്റെ പ്ലാനുകൾ, കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോഴും അച്ഛാ ഇത് പൊട്ടിക്കാതിരിക്കാൻ പറ്റും. ഒത്തിരി വർഷം കർത്താവിനെ ശുശ്രൂഷിച്ചു, പക്ഷെ ഇപ്പോഴും എവിടേക്കോ നമ്മുടെ പ്ലാനിൽ നമ്മൾ എന്തൊക്കെയോ നമ്മൾ സന്തോഷിച്ചു എന്നല്ലാതെ. ഞാനൊരു കാര്യം പറയാം, ഗോതമ്പ് മഴി നിലത്ത് വീണ് ചത്താൽ ചിലപ്പോ അതിന്റെ ഷേപ്പൊക്കെ മാറുമായിരിക്കും, ചിലപ്പോ ആളുകൾ നോക്കി കളിയാക്കുമായിരിക്കും, നിന്നെ നിന്ദിക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറയാം, മോളെ, 100 മേനിയായി, 100 മേനിയായി, 100 മേനിയായി, 100 മേനിയായി, 100 മേനിയായി, 100 മേനിയായി. Thank you, Jesus.